ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നമ്മൾ ചിന്തിക്കുന്ന ഈ ഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ചിരപ്രതിഷ്ഠ നേടേണ്ടതായിട്ടുള്ള ചില ഭാഗങ്ങളാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ മനുഷ്യൻ പാപത്തിൽ വീണതിന്റെ ഫലമായിട്ട് ഉണ്ടായ ഒരവസ്ഥയാണ് അവൻ ഗോഡ് സെന്റേഡ് ആയിട്ട് ഇരിക്കേണ്ടത്, ദൈവ കേന്ദ്രീകൃതമായിട്ട് ഇരിക്കേണ്ട അവന്റെ ജീവിതം സ്വയകേന്ദ്രീകൃതമായിട്ട് മാറി എന്നുള്ളതും, ഞാൻ വലിയവനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ സ്ഥാപിക്കാനായിട്ട് മനുഷ്യന്റെ വിഫല ശ്രമവും, അത് ആദാം ഏദം തോട്ടത്തിൽ പാപം ചെയ്തപ്പം മുതൽ അങ്ങനെയുള്ള വൃഥാ ശ്രമങ്ങൾ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവ് ഉദ്ദേശിക്കുന്ന ആത്മീയ ജീവിതം ജീവിക്കുന്നതിന് നമ്മൾ ഈ സ്വയത്തെ ക്രൂശിക്കുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഭാഗത്തല്ല, കർത്താവ് പല ഭാഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സ്വയകേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കർത്താവ് പറയുന്ന സന്തോഷവും സമാധാനവും ഈ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തി ഒന്നും അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തും കൊണ്ട് തന്നെത്താൻ ഓരോ നാൾതോറും തന്നെത്താൻ ത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാര്യം. ഞാൻ പറയുന്നതാണ് ശരി, ഞാനാണ് ശ്രേഷ്ഠൻ, എന്നൊക്കെയുള്ള നിലപാടുകളിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ അത് കൂടുതൽ 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 കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ദൈവദാസൻ വിശദീകരിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ വിളിച്ചുകൊണ്ട് മറുവമലയിൽ പോവുകയും ഈ 12 ശിഷ്യന്മാരുടെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു കുറുമുന്നണി എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ഉള്ളിൽ ഒരു കർത്താവിനോട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ഒരു ഗ്രൂപ്പ് രൂപം കൊണ്ടു എന്നുള്ള ഒരു വിചാരം. സത്യത്തിൽ അങ്ങനെ കർത്താവ് ആരോടും ചെയ്യുന്നില്ല. നമുക്കറിയാം, 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് ഇതൊക്കെ കൊടുത്ത വ്യക്തികൾക്ക് അവരുടെ കഴിവ് പോലെ കൊടുത്തു എന്ന് നമ്മൾ ദൈവവചനത്തെ വായിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കഴിവും അവരുടെ കപ്പാസിറ്റിയും അവരുടെ ആ നേച്ചറും ഒക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ആത്മാവിലുള്ള കാര്യം ജഡത്തിലുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്ത് സാധിക്കും എന്നുള്ളത് കർത്താവിന് ബെസ്റ്റ് ആയിട്ട് അറിയാം. നമ്മളെ ഇപ്പം എല്ലാരെയും അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും ഇവാഞ്ചലിസ്റ്റുമാരായിട്ടും എല്ലാം ഒരേ ആളിനൊക്കെ ദൈവം നിയമിച്ചിട്ടില്ല. പലപ്പോഴും അത് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് കാണാനായിട്ട്. ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യവും അദ്ദേഹത്തിന് ഏറ്റവും പെർഫോം ചെയ്യാനായിട്ട് കഴിയുന്ന, ദൈവത്തിന് വേണ്ടി പ്രകാശിക്കാൻ കഴിയുന്ന ഏത് നിലവാരത്തിലാണ് എന്ന് നമ്മളെ മെനഞ്ഞവനായിട്ടുള്ള നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട, കർത്താവ് എന്നെ ഇങ്ങനെ ഉപയോഗിച്ചാലേ പറ്റത്തുള്ളൂ, എന്റെ ആഗ്രഹം ഇങ്ങനെ ഉപയോഗിക്കപ്പെടാനാണ് എന്ന് പറയുന്നതിനേക്കാളും ദൈവഭക്തൻ പാടിയതുപോലെ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. എന്നാൽ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നും, എനിക്ക് എല്ലാ കഴിവും കിട്ടിയിട്ടുണ്ട്, എല്ലാ കൃപയും കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നും. എൻ്റെ ഒരു മകൻ എപ്പോഴും എന്നോട് വന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, അപ്പാ എനിക്ക് ക്രിക്കറ്റ് സ്റ്റാർ ആകാനും ഉള്ള ഒരു കഴിവുണ്ട്, കാരണം ഒരു ബോളും വിടാതെ എല്ലാം അടിച്ച് തെറിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ നല്ലപോലെ പഠിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ പല കഴിവുകളിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോ ഇതിൽ ഏതാ അപ്പ എടുക്കേണ്ടത് എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നോട് അവന്റെ കുഞ്ഞുപ്രായത്തിൽ ചോദിക്കുമായിരുന്നു. ഇപ്പോഴും പലരുടെയും ഭാവം വിട്ടുമാറിയിട്ടില്ല, കാരണം എല്ലാം സാധിക്കും. ഒരു സച്ചിൻ ടെണ്ടുൽക്കറായിട്ട് നിൽക്കാൻ കഴിയും, അതുപോലെ പാട്ട് പാടാൻ കഴിയും, അതുപോലെ മറ്റു പല കാര്യങ്ങളും കഴിയും. അത് എന്റെ വിവിധമായിട്ടുള്ള ഒരു മൾട്ടി ഫേസഡ് ജീനിയസ് ആണ് എന്നുള്ള ഒരു നിലയിലൊക്കെ ചിന്തിക്കുകയും നമ്മുടെ കഴിവുകളെ പറ്റി മാത്രം ഒരു നല്ല ശ്രേഷ്ഠമായ കാഴ്ചപ്പാട്, മറ്റുള്ളവരുടെ കഴിവുകളെ അങ്ങോട്ട് അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവമാണ് സാധാരണഗതിയിൽ മനുഷ്യർക്കൊക്കെ ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പം ഈ ആര് വലിയവൻ എന്നുള്ള ഈ സംഭവം നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുള്ള പ്രധാന പുഴുക്കുത്ത് എന്താവാ? ഇത് തന്നെയാ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, കർത്താവ് അവസാന നിമിഷങ്ങളിൽ മരിക്കുന്ന സമയത്ത് പോലും, നമ്മുടെ ബി ജി ബ്രദർ അത് വിട്ടിട്ടുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നു, ഇതൊന്നും അല്ല അവരുടെ പ്രധാനപ്പെട്ട വിഷയം.
ആ, അവരുടെ വിഷയം എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ കൂട്ടത്തിൽ വലിയവൻ എന്നുള്ളതായിരുന്നു തുടർന്നും അവരുടെ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അപ്പൊ നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഒരു അമ്മാവൻ ചത്തിട്ട് വേണം കട്ടിലേക്കറി കിടക്കാൻ എന്ന് ആരാണ്ട് പണ്ട് നമ്മുടെ നാടൻ പഴഞ്ചൊല്ലുള്ളത് പോലെ അവരെ വേറൊന്നും ബോധർ ചെയ്യുന്നില്ല. അവരെ ഈ കൂട്ടത്തിൽ ഈ ആത്മീയ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകാനായിട്ട് ഏറ്റവും യോഗ്യനും ശ്രേഷ്ഠനുമായിട്ടുള്ള വ്യക്തി ആരാണ്? അതിനുവേണ്ടി സബതി മക്കളുടെ അമ്മ വന്ന് പിന്നെ ദൈവരാജ്യത്തിൽ എന്റെ ഒരു മകൻ നിന്റെ ഇടത്തും നിന്റെ വലത്തും ഇരിക്കണമെന്ന് വരെ പറയുന്ന ഒരു എക്സ്റ്റെന്റ് വരെ കാര്യങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് നമ്മളെ പറ്റിയുള്ള നല്ല അഭിപ്രായത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ആശയങ്ങളാണ് ശരി എന്ന് നമ്മൾ പലപ്പോഴും വാദിക്കാനായിട്ട് ഇടയാക്കുന്ന അതിനായിട്ട് സ്തോത്രം ചെയ്യാം. എന്നാൽ ഇതിനെ ഒരു 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 സ്റ്റെപ്പ് ഒന്ന് താത്തി വെക്കാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് സമാധാനമായിട്ടും ദൈവഹിതപ്രകാരവും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ പെന്തക്കോസ്ത് വലിയൊരു പ്രസ്ഥാനത്തിൽ നടന്ന ആ ആരാണ് അതിലെ ഏറ്റവും നേതാവാകേണ്ടത് എന്നുള്ള വിഷയത്തിൽ നടന്ന പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണല്ലോ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. മിക്ക സ്ഥലത്തും ആ ഒരു പ്രസ്ഥാനത്തിൽ മാത്രമല്ല, മിക്ക സ്ഥലത്തും മാനുഷികമായിട്ടും അതിനെ ആത്മീയമായിട്ട് കാണാത്ത പല സ്ഥലങ്ങളിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. അതിനിപ്പം പറഞ്ഞെന്ന് വെച്ചോ പറഞ്ഞില്ലെന്ന് വെച്ചോ ആരും ഭാരപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതും, അത് ആത്മീയമായിട്ടുള്ള കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കുകളെ മുഖവിലയ്ക്ക് പോലും എടുക്കാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അവരുടെയും പ്രശ്നം അത് തന്നെയായിരുന്നു. സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ? ആരാണ് വലിയവൻ? നമുക്കറിയാം പല കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രസംഗിക്കാനുള്ള കഴിവ്, വചനം വായിച്ച് വ്യാഖ്യാനിക്കാനുള്ള കഴിവ്, പാട്ടുപാടാനുള്ള കഴിവ്, ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ മോഡറേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ പല പല കഴിവുകൾ നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് പലരും അവരുടെ മിടുക്കിനെയും അവർക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാനുള്ള അവരുടെ സാധ്യതകളെയും വിലയിരുത്തുന്നത് എന്ന് നമുക്കറിയാം. കാരണം ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ദൈവം എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് അവര് മറ്റുള്ള സഹോദരങ്ങളെ ഒക്കെ നിഷ്കാസനം ചെയ്ത് അവരുടെ പേരും അവരുടെ ഇതുമൊക്കെ ഉയർത്തുന്നതിലാണ് പലർക്കും താല്പര്യം എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. 1-2 വർഷം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 3-ാമത്തെ വർഷമെങ്കിലും മാറിയിരുന്നിട്ട് ഞാൻ ഇത്രയും 2 വർഷം ഇങ്ങനെ ഇരുന്നില്ല, എന്റെ സഹോദരൻ ഇരിക്കട്ടെ, ഇനിയും അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തെയൊക്കെ നയിക്കാനോ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനോ ഒക്കെയുള്ള കഴിവുണ്ട്, അദ്ദേഹം അത് ചെയ്യട്ടെ, ഞാൻ അദ്ദേഹത്തിന് വേണ്ട സഹായവും പിന്താങ്ങലും കൊടുത്തുകൊണ്ട് ഞാൻ നിന്നോളാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മനസ്സ് എങ്ങും കാണുന്നില്ല. അത് വലിയ വലിയ പ്രസ്ഥാനങ്ങളിലല്ല, കേവലം ഒരു സഭകളും ഒന്നോ രണ്ടോ സഭകളും വിരലേൽ എണ്ണാവുന്ന ചില ആൾക്കാരും ഉള്ള ആൾക്കാരുടെ ഇടയിൽ പോലും അതില്ല എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് കാലത്ത് ഒരു ആത്മീയ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിൽക്കുമ്പോൾ അത് ആത്മീയ പ്രസ്ഥാനത്തിലെ ഒരു മാസിക പ്രസിദ്ധീകരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പൊ അന്നേരം നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ചേർന്നിരുന്ന് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇന്നത്തെ ഈ ഡിറ്റീരിയറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ കാഴ്ചപ്പാട്, വചനത്തിന്റെ വെളിപ്പാടുകളൊക്കെ എത്തിക്കണം എന്നുള്ള ഒരു നിലയിലായിരുന്നു അത് തുടങ്ങിയത്. എന്നാൽ ആദ്യത്തെ 1-2 ഇഷ്യൂ അതിന്റെ ലക്കങ്ങൾ പുറത്തു വന്നതിന് ശേഷം പിന്നെ വേറെ ആർക്കും അതിൽ എഴുതാനായിട്ട് സാധ്യതയില്ലാത്തതായിട്ട് തീർന്നു. അതിലെ പ്രധാനപ്പെട്ട വ്യക്തി മാത്രം എഴുതുകയും ആ പ്രധാനപ്പെട്ട വ്യക്തി മാത്രം ചില ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ നിന്നൊക്കെ ചില മെസ്സേജുകൾ ഇടുകയും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇടുകയും ഒക്കെ ചെയ്ത അതിൽ അടുത്ത ഒരു വ്യക്തി, അദ്ദേഹം കേരളത്തിൽ തന്നെ വലിയ ലേഖന മത്സരം പാസ്റ്റർമാരുടെ ഇടയിൽ നടന്നപ്പോ അതിൽ ഗോൾഡ് മെഡൽ മേടിച്ച ആളാണ്. അത് ഓർക്കണം. അദ്ദേഹം ഇത് എഴുതി കൊടുത്തപ്പം അതിലെ പ്രധാനപ്പെട്ട ആള് പറഞ്ഞു ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും അങ്ങനെ പ്രസ്ഥാനം ഒരു കണക്കിന് 2ആയി തീരുകയും ചെയ്ത ഒരു അനുഭവം വരെ എനിക്കറിയാം. എന്നാൽ അവസാന നിമിഷം വരെ ഞാൻ കാല് പിടിച്ച് അവരോട് ഞാൻ പറഞ്ഞു, എന്റെ സഹോദരങ്ങളെ, ഈ ഒരുപക്ഷെ പ്രസിദ്ധീകരണ യോഗ്യമല്ല, അതിനെ ഒന്ന് നന്നായിട്ട് എഡിറ്റ് ചെയ്താൽ പ്രസിദ്ധീകരണ യോഗ്യമാകുമല്ലോ, അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ തങ്ങളുടെ പേര് മാത്രം ഉയർന്നു നിൽക്കണമെന്നും ഈ ചെയ്യുന്നതൊക്കെ തങ്ങളുടെ പേരിനും തങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഭാര്യയ്ക്കും മക്കൾക്കും മാത്രം അവകാശപ്പെട്ടതാണെന്നും ഒക്കെ ദൈവവേലയെ കുറിച്ച് വിചാരിക്കുന്ന കുറച്ച് കണ്ണു കാണാത്തവര് ഇന്ന് കൂടുതലായിട്ടും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ കുടുംബ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതിന്റെ ഒരു ഇതായിട്ട് ഈ ദൈവവേലയൊക്കെ കൊണ്ടുപോകാനായിട്ടാ ആഗ്രഹിക്കുന്നത്. എന്നാൽ
നമുക്കറിയാമല്ലോ, നമ്മൾ പാരമ്പര്യമായിട്ടോ പൈതൃകമായിട്ടോ നമുക്ക് ലഭിച്ച കാര്യങ്ങളൊന്നും അല്ല ഈ ദൈവവേലയിലുള്ള നമ്മുടെ പേരും പ്രശസ്തിയോ ആക്സസോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളോ എന്നും. അത് ക്രിസ്തീയ ദൈവത്തിന്റെ സഭയ്ക്ക് കർത്താവ് തന്റെ രക്തം കൊടുത്ത് വാങ്ങിയ സഭയാണ് അതിന്റെ അത് ഭരമേൽപ്പിച്ചിരിക്കുന്നതെന്നും അത് കേവലം തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിന്റെയും ഒരു സ്വത്താക്കി മാറ്റാനായിട്ട് പലരും ശ്രമിക്കുമ്പോൾ അത് എത്രമാത്രം നിന്ദ്യമാണ് എന്ന് അവർ മനസ്സിലാക്കണം എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഓഫ് കോഴ്സ് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത പല സ്ഥലങ്ങളിലും പല തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ വേല, ഇത് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം, ഞങ്ങളോ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരത്രേ എന്ന് പറയാൻ തക്കവണ്ണം കഴിയാതെ പൗലോസ് എന്തായാലും കല്യാണം കഴിച്ചില്ല എന്ന് പറയുന്നത് നന്നായി. ഇല്ലെങ്കിൽ ഈ പൗലോസ് ഇതൊക്കെ ചേർത്തൊരു ട്രസ്റ്റ് ഉണ്ടാക്കി തങ്ങളുടെ ഭാര്യയും മക്കളെയും കൂടെ അത് ഏൽപ്പിച്ചേച്ച് പോകാനുള്ള പൗലോസ് അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ പറയുക ഇന്നത്തെ കാലയളവിലാണെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം. എന്നാ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്കറിയാമല്ലോ, ചിലർ വീട് പണിതിട്ട് അതിന് തങ്ങളുടെ പേരിടുന്നു, അവരിത് ശാശ്വതമായി നിൽക്കുമെന്നൊക്കെയാണ് അവരുടെ വിചാരം എന്ന സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ. ഇങ്ങനെയൊക്കെയാണ് പലരുടെയും സ്വയാശ്രയക്കാരുടെ ഗതി ഇതാകുന്നു എന്ന് നമ്മൾ വായിക്കുക. നമ്മൾ ഈ സ്വതന്ത്രമായിട്ട് ചില പ്രസ്ഥാനങ്ങളിലോ ഇതിലോ ഒന്നും ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളത് ആത്മീയ കാഴ്ചപ്പാടോടെ നിൽക്കുന്നെങ്കിൽ അതിപ്പോഴും നല്ല കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ പണ്ട് അപ്പച്ചന്മാര് പറയുന്ന പോലെ സ്വതന്ത്രം എന്ന് പറയുമ്പോൾ അവനവന്റെ കുൽസിതമായിട്ടുള്ള തന്ത്രങ്ങൾ ഇറക്കാനും പയറ്റാനുമുള്ള ഒരു രംഗമല്ല ദൈവവേല. ദൈവത്തിന്റെ വേലയെ നശിപ്പിക്കുന്നതിന് ദൈവവും നശിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ വേലയെ നശിപ്പിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. ഇത് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം, ഇത് ദൈവത്തിന്റെ കൃഷി, ഞങ്ങളോ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരത്രേ എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാകാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രംഗമാണിത്. ഇവിടെ വലിയവനാർ എന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. എന്താണ് ഈ ശിശുവിന്റെ പ്രത്യേകത എന്നുള്ളത് കർത്താവിന്റെ ദാസൻ പറഞ്ഞു. എനിക്കും പലപ്പോഴും തോന്നുന്നുള്ളത്, ഇപ്പം ഒരു ശിശു ആണെങ്കിൽ ഇപ്പം ഈ ടാറ്റായുടെയോ ബിർളയുടെയോ അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന ആരെങ്കിലും മക്കള് വലിയ ധനാഢ്യരായിട്ടുള്ള മക്കളാണെങ്കിൽ തന്നെ അവർക്കുള്ളതിനെ കുറിച്ചോ അവരുടെ അവകാശങ്ങളെ കുറിച്ചോ അവരുടെ പൊസഷനെ കുറിച്ചോ ഒന്നും വലിയ ബോധ്യമില്ല. 1 മുതൽ 4 വരെ എന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു കാലയളവിൽ പൂർണ്ണമായും മറ്റുള്ള വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്ത അവർ ജീവിക്കുന്ന എന്നുള്ളതും നമ്മൾ കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. അതൊരു വേറൊരു അർത്ഥത്തിലാണ് പറഞ്ഞേക്കുന്നത്. എന്നത്ര ഞാൻ പറയുക, ഒരു ശിശുവിനോട് പറഞ്ഞാൽ അവൻ കേൾക്കാത്ത കാര്യം എന്താ? അവന് പറഞ്ഞതൊക്കെ അങ്ങ് വിശ്വസിക്കുക. നമുക്കറിയാം കർത്താവിനെ കുറിച്ചും ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ആ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുക. കാരണം ഈ സകല ലോകത്തെയും താൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് എഴുതിയിരിക്കുന്ന ആ ദൈവപുത്രൻ ഈ ലോകത്തൊരു പ്രത്യേക അവകാശമോ പ്രത്യേക അധികാരമോ ഒന്നുമില്ലാത്തവനെ പോലെ, ഒരു നിഷ്കാസിതനെ പോലെ, ഒറ്റപ്പെട്ടവനെ പോലെ, തള്ളപ്പെട്ടവനെ പോലെ, സകല ലോകത്തിനെയും ചപ്പും ചവറുമായി തീർന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ ഉള്ള ദ സ്കം ഓഫ് ദ വേൾഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ്, ദ സ്കം ഓഫ് ദ വേൾഡ്. അപ്പം അതുപോലെ ആയി തീർന്നു, ചപ്പും ചവറുമായി തീർന്നു എന്നൊരു നിലവാരത്തിൽ ഈ ദൈവപുത്രന് നടക്കാമെങ്കിൽ നമുക്കൊക്കെ ഉള്ളത് നമ്മുടെ അധികാരം, നമ്മുടെ ഇത് എന്നോട് ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല, എന്നെ പ്രധാന സ്ഥലത്ത് വെച്ചില്ല, എനിക്ക് അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും തന്നില്ല. ഇതൊക്കെയാ ഇന്ന് പലരുടെയും പരാതി. എനിക്ക് പലപ്പോഴും അപഹാസ്യമായിട്ട് തോന്നും. സ്റ്റേജിൽ സ്ഥലമില്ലെങ്കിലും ആ സ്റ്റേജിലൊന്ന് സ്ഥാനം പിടിക്കാനായിട്ട് പെടുന്ന ചില പാടുകൾ ഈ ക്ലബ് ഹൗസിലും കാണാം. അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നലെ ഒരു പ്രിയപ്പെട്ടവൻ വന്ന് വളരെ കാര്യമായിട്ട് ഇവിടെ കമന്റ് ഒക്കെ എഴുതിയേച്ചു പോയി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താ റേഡിയോ പ്രഭാഷണമാണോ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പല സഹോദരങ്ങളെയും കൂടുതൽ പേരെയും വ്യക്തിപരമായിട്ട് നമുക്കറിയാം, അവരുടെ ആത്മീയ കപ്പാസിറ്റിയെ കുറിച്ച് നമുക്കറിയാം. അപ്പം ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതല്ലാതെ ദൈവവചനം രാവിലെ ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് മറ്റുള്ള റൂമുകളിലൊക്കെ നടക്കുന്നത് പോലെ തല്ലും ബഹളവും നടത്താനാണ്. ഞാനിതാണ് ഇതിനെപ്പറ്റി എന്റെ അഭിപ്രായം, അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാൽ അതിനുശേഷം കുറച്ച് മൂത്ത് കഴിയുമ്പോൾ എടാ പോടാ വാടാ വിളികളൊക്കെ നടത്തി അങ്ങനെ ദൈവവചന ശുശ്രൂഷ ഒരു അലങ്കോലമാക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതേസമയം ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളെ കുറിച്ച് നമുക്ക് ചിലരെ കുറിച്ചൊന്നും അറിയത്തില്ല. അവരാരാ? ഇന്നലെ ഇട്ട വ്യക്തിയെ നമുക്ക് അറിയത്തില്ല ആരാ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്നാൽ
അവര് എന്താണ് ചെയ്യുന്നത്, അവരുടെ ഉപദേശം എന്താ, അവര് അവര് ലക്ഷ്യമാക്കുന്നത് എന്താ, ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിശ്ചയമായിട്ടും അതിനുള്ള ഒരു ആത്മീയ യോഗ്യതയുള്ളവരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നിശ്ചയമായിട്ടും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അറിയാത്ത ഒരാള് അദ്ദേഹം ആരാ ഏതാ ഉപദേശം എന്താ അവരോട് ചോദിച്ചാൽ പോലും ചിലര് പറയത്തില്ല, അവർ ആരാ ഏതാന്നുള്ളത് വെളിപ്പെടുത്തുകയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഞങ്ങൾക്ക് കയറി പറയണം. ആ അങ്ങനെ എന്തെങ്കിലും കയറി പറയാനുള്ള ഒരു സ്ഥലമാക്കി ഇതിനെ വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും വേദിയായിട്ട് ദൈവവചന ശുശ്രൂഷയെ മാറ്റാനായിട്ട് ആഗ്രഹിക്കാത്തത് കൊണ്ടാ. അപ്പൊ സ്റ്റേജിൽ കയറി ഇരിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ഞാനും സാധാരണഗതിയിൽ ഈ റൂമിൽ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഇരിക്കുന്നു എന്നല്ലാതെ മറ്റുള്ള സഹോദരങ്ങൾ നിർബന്ധിച്ചിട്ടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും പറയാൻ ഞാൻ തയ്യാറാകാറില്ല. അതിന്റെ കാരണം അവർ പറയുന്ന ടോപ്പിക്കിനെ പറ്റി നേരത്തെ ഞാൻ ചിന്തിച്ചിട്ടില്ല, നേരത്തെ അതിനെപ്പറ്റി ഒരുങ്ങിയിട്ടില്ല. ഇവിടെ കയറി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് അലോരസം ആ, എന്തോ അത് നേരെ തിരിച്ചാണോ എന്ന് അറിയത്തില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഞാനങ്ങ് മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. വിളിച്ചാലും കയറി പോകാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് അതിനോട് ചേർന്ന് പെട്ടെന്ന് എടുത്ത് പറയത്തക്ക വല്ല പോയിന്റുകളോ കാര്യങ്ങളോ ഒന്നും എന്റെ കയ്യിലില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. പിന്നെ അവിടെ കയറി ഇരിക്കണം എന്നൊരു ആശ്വാസത്തിൽ കയറി ഇരിക്കുന്നത് ഒരു ബന്ധനമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ ഈ അനാത്മീയത എത്രമാത്രം ഉണ്ടെന്ന് നമ്മുടെ പല ആനുകാലികങ്ങളും എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം. നമുക്കറിയാമല്ലോ ഒരു ഒരു 10-50 പേരുള്ള സഭയില് ഒരു ഒരു ചെറുപ്പക്കാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു 10-15 പേര് കാണും. അതിലൊരാളെ സെക്രട്ടറി ആക്കി. ഉടനെ അത് ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ വരെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ന ആളെ ഞാൻ സെക്രട്ടറി ആക്കി. ഞാനൊരു ആലപ്പുഴയിൽ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. എവിടുന്ന ഏതാന്നൊന്നും പറയുന്നില്ല. അദ്ദേഹം ഒരു കാർഡ് എനിക്ക് എടുത്തു, പാസ്റ്റർ എന്റെ കാർഡാ ഇത്. അതിനുള്ളിൽ അപ്പൊ സെക്രട്ടറി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിന്റെ സെക്രട്ടറിയാ എന്റെ ബ്രദറെ? അത് ഞാൻ നേരത്തെ ഞങ്ങളുടെ ലോക്കൽ PYPയുടെ ഇന്ന് യുവജന PYP ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഫൻഡഡ് ആവണ്ട. അതുപോലുള്ള യുവജന സംഘടനയുടെ ഞാൻ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ടൈമിലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ അങ്ങ് വെച്ചേക്കുവാ പാസ്റ്ററെ. അത് സെക്രട്ടറി എന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചൊക്കെ വെച്ച്. അപ്പൊ ആജീവനാന്ത സെക്രട്ടറി ആണേലും അല്ലേലും ആജീവനാന്ത സെക്രട്ടറി ആകാനായിട്ട് ഇവരൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നതെന്ന് ഓർക്കുമ്പം എത്രമാത്രം ആ ഒരു സ്ഥാനമാനങ്ങളോടും അത് അങ്ങനെയുള്ള കാര്യങ്ങളോടും അത് മറ്റുള്ളവരെ അറിയണമെന്നും ഒക്കെയുള്ള ആഗ്രഹം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ഒരു സ്ഥാനമാനം എന്ന് ഉള്ള കാര്യത്തെ വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നെങ്കിൽ തന്നെ അതിനുള്ള ആത്മീയ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ അത് എടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ പല പൊസിഷൻസും പല ദൈവസഭയിൽ വെച്ചിരിക്കുന്ന പൊസിഷൻസും ആത്മീയമായിട്ടുള്ള അതിന്റെ 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 ഉത്തരവാദിത്തം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം. നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേരൊക്കെ കല്യാണം കഴിക്കാനായിട്ട് വലിയ ആഗ്രഹിച്ച് നടക്കുന്നവരാ. എന്നാൽ കല്യാണം കഴിച്ചവനറിയാം അതിന്റെ പ്രയാസം എന്താണെന്നും ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇന്നത്തെ ഈ കാലത്ത് ഓരോ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്ത് ശരിയായിട്ടുള്ള ഒരു നിലയിൽ ഒരു കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രമാത്രം അത് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പം കല്യാണം കഴിക്കാനുള്ള ആ രസം എവിടെ പോയി? ഇന്ന് നമ്മൾ വഹിക്കുന്ന ഈ ഉത്തരവാദിത്തം നിറഞ്ഞ ഈ ജീവിതം എവിടെയാ? രണ്ടും രണ്ട് വശത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാ ചില സ്ഥാനമാനങ്ങളിലേക്കുള്ള നമ്മുടെ അട്രാക്ഷനും ഇതുപോലെ തന്നെയാ. അതിൽ അർപ്പിതമായിരിക്കുന്ന ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രഹിച്ചാൽ പലപ്പോഴും നമ്മളെ നിർബന്ധിച്ചേൽപ്പിച്ചാൽ പോലും നമ്മളത് സ്വീകരിക്കാനായിട്ട് സാധ്യതയില്ല. കാരണം അത്രമാത്രം പ്രാർത്ഥനയും ശ്രദ്ധയും അത്രമാത്രം ക്രൂശ് ചുമക്കേണ്ടതും അതുപോലെ നിന്ന വഹിക്കുന്നതും ത്യജിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ് എന്ന് ആത്മീയമായിട്ട് അത് നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാകും. നോക്കിയാട്ടെ. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആ നിലയിൽ ആഗ്രഹിക്കുമ്പോൾ വെറും പൊങ്ങന്മാരായിട്ട് നടക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്തുനിന്ന് പറയാനായിട്ടുള്ളത്. നോക്കിയാട്ടെ. ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ ഇങ്ങനെ എന്റെ കർത്താവിന് ഒരു അവകാശം, എല്ലാറ്റിനും സർവാധികാരി ആയിരുന്നിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ നടക്കാനായിട്ട് കഴിയുമെങ്കിൽ എന്റെ അഭിപ്രായത്തെ കോൺട്രഡിക്ട് ചെയ്യുന്നവരോടോ എന്നോട് എതിർക്കുന്നവരോടോ എന്നോട് മുഷിഞ്ഞ് സംസാരിക്കുന്നവരോടോ എന്നെ ബീലിറ്റിൽ ചെയ്യുന്നവരോടോ ഒന്നും മുഷിയാതെ വണ്ണം ആ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡിൽ സത്യമാണ്. നമ്മളാരും കർത്താവിനെ പോലുള്ളവരല്ല. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സമാധാനം പോകും എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യം എനിക്ക് ഉണ്ടാകുന്ന അനുഭവം. ഒരു അതിവിശുദ്ധൻ ഇവിടെ കയറി വന്നിരിക്കുന്നു, ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഒരു അതിവിശുദ്ധൻ ഇവിടെ കയറി വന്നിരിക്കുന്നു, ഇറങ്ങിപ്പോണം. അനൗൺസ്മെന്റ്, അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി നിന്നോണ്ട് പറയുക. അപ്പൊ രണ്ടുപേര് ചോദിച്ചു, വന്നോ? ആരെങ്കിലും വന്നോ? ഒരുത്തരിപ്പോ വന്നു. അറിയപ്പെടുന്ന ഒരു പാസ്റ്റർ, അറിയപ്പെടുന്ന വലിയ നേതാവ് പറയുന്ന വാക്കാ.
കാരണം നമ്മൾ ഈ സുവിശേഷിയെ പറയുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഫൻസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ സഭ്യമായ വാക്കുകളും രീതിയിലൂടെയും സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞതിന്റെ റിയാക്ഷനായി വരുന്നത് അതിവിശുദ്ധൻ ഇറങ്ങിപ്പോകണം. എനിക്ക് എന്തായാലും സന്തോഷം തോന്നി. അദ്ദേഹം എന്നെ അതിവിശുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതിലൂടെ അദ്ദേഹം അശുദ്ധനാന്ന് എന്തായാലും അദ്ദേഹം പറയാതെ പറഞ്ഞല്ലോ. അതെങ്കിലും തിരിച്ചറിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്നെ പിൻ ചെയ്യുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ അതിവിശുദ്ധൻ ഇരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്നാത്തിനാ കയറി പോകുന്നത്? ഞാൻ എന്തിനാ അവിടെ പറയുന്നത്? കാരണം ഇങ്ങനെ ഈ നിലയിലായി ദൈവസഭയുടെ അവസ്ഥകൾ. വെറും വിശ്വാസികളുടെ അവസ്ഥയല്ല, ശുശ്രൂഷകന്മാരുടെ അവസ്ഥ എന്ന് നമുക്കറിയാം. അതിലൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇതുമല്ല, ഇതിനു മുന്നേ ഞാനിവിടെ പണ്ട് മല്ലപ്പള്ളിയിലുള്ള ജോർജ് മാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ആ തലമുറയിൽ ഞാൻ സുവിശേഷ വിരോധികളുടെ കൈകൊണ്ട് ഞാൻ മരിക്കയില്ല, പെന്തിക്കോസുകാരുടെ കൈകൊണ്ടേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അദ്ദേഹം അല്ലാതെ തന്നെ മരിച്ചു കേട്ടോ. എന്നാലും ആ ഒരു വളരെ അന്വർത്ഥമാണ് എന്നുള്ള ഒരു കാര്യം ഞാൻ മറക്കുന്നില്ല. ഇന്നത്തെ പെന്തക്കോസ് യുവതലമുറ ആ നമ്മുടെ പിതാക്കന്മാര് കാണിച്ചു തന്ന സഹനത്തിന്റെയും ക്ഷമയുടെയും പാതയിലല്ലാതെ അത് പല്ലിന് പകരം പല്ല്, അതുപോലെ കണ്ണിന് പകരം കണ്ണ് എന്നുള്ള നിലയിൽ അവർ പോകുമ്പോൾ അത് കർത്താവിന്റെ പാതയല്ല എന്നുള്ളത് പറയേണ്ടതും, അതുകൊണ്ട് അവർ നമ്മളെ ഒറ്റപ്പെടുത്തേണ്ടതും അവർ നമ്മളെ അതിവിശുദ്ധൻ എന്ന് വിളിച്ച് ഇറക്കി വിടേണ്ടതും ഒക്കെ ഒരു നിവർത്തിയാ. അതൊരു നടക്കേണ്ട കാര്യം തന്നെയാണ്, നടക്കേണ്ടാത്ത കാര്യമൊന്നും അല്ല എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കിയാട്ടെ, അപ്പോ നമുക്ക് തന്നെത്താൻ താഴ്ത്താനുള്ള മനസ്സില്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ഫീൽ ചെയ്യാനൊന്നും പോകുന്നത്. കാരണം അതിന് യോഗ്യനാണ്. വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ, വേണ്ടാത്ത വാക്ക് വിളിച്ചു, അതിവിശുദ്ധൻ എന്നല്ലേ വിളിച്ചത്. ആ വാക്കിനുള്ള യോഗ്യത പോലും ഇല്ല. വിശുദ്ധൻ എന്ന് തന്നെ ദൈവകൃപയാൽ അവന്റെ വിശുദ്ധി നമ്മൾ പ്രാപിച്ചത് കൊണ്ട് പറയാമെന്നല്ലാതെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശുദ്ധി എന്താ ഉള്ളത്? കർത്താവെ, ഇല്ലാത്തതൊന്നും ആണല്ലോ, എനിക്ക് ഒരിക്കലും അർഹിക്കാത്ത ഒരു സ്ഥാനമാണല്ലോ തന്നതെന്നോർത്ത് വിഷമിക്കുകയല്ലാതെ അതില് ഭാരപ്പെടേണ്ട വേറൊരു വിഷയവും ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവവും ഉണ്ടാകും എന്നത് വാഗൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ അത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ദൈവവചനത്തിന്റെ മാതൃക എന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ നിലനിൽക്കുമ്പോൾ അതിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. അവിടെ അത്തരം സ്ഥാനങ്ങളിലൊക്കെ തന്നെത്താൻ താഴ്ത്തുകയും ക്രൂശ് എടുക്കുകയും നമ്മളൊന്നും അല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എന്റെ കർത്താവിനെ ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എന്നെ പറഞ്ഞാൽ എന്നാ? ഞാൻ ആരാ? പേരും ഊരും അഡ്രസ്സും ഇല്ലാത്ത ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഇങ്ങനെ രണ്ട് വാക്ക് പറയാനായിട്ട് കഴിവ് നൽകിയ ഞാൻ ആരാ? നമ്മൾ ആരാ? പറയട്ടെ കർത്താവെ, പറയട്ടെ. എനിക്ക് ദാവീദ് പലപ്പോഴും പറഞ്ഞ വാക്ക് എപ്പോഴും ഓർക്കും. എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട എന്റെ മകൻ എന്നെ കൊല്ലാൻ നോക്കുമ്പോൾ ഈ ശിമെയി പറയുന്നത് വലിയ കാര്യമാണ്. യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, ദാവീദിനെ പോയി ശപിക്ക. ആ ദാവീദിന്റെ മനസ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ താഴ്ത്താൻ ഓരോ സന്ദർഭങ്ങളിലും നമ്മളോട് ചോദിച്ചില്ല, പറഞ്ഞില്ല, അത് ഇതൊക്കെ നമ്മുടെ സ്വയത്തെയാ കാണിക്കുന്നത്. വേറൊരാളിന്റെ സ്വയത്തിന്ന് പറയുന്നതെന്ന് തിരിച്ചറിയുന്നത് പോലും നമുക്ക് സ്വയം ഉള്ളത് കൊണ്ടാണ് എന്റെ ഒരു ചിന്ത. അതുകൊണ്ട് നമ്മുടെ ഇതൊന്നും പോയിട്ടില്ല. ഇനിയും നമുക്ക് ദൈവസന്നിധി താഴ്ത്തുകയും, അങ്ങനെ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് കർത്താവ് പറയാൻ ഇടയായതുകൊണ്ട് വലിയവനാകാൻ വേണ്ടി താഴ്ത്തുമല്ല, ശരിയായിട്ടുള്ള നിലയിൽ തന്നെ ശരിയായ നിലയിൽ തന്നെ ഈ ദിവസങ്ങളിൽ താഴ്മ എടുക്കാനായിട്ട്, താഴ്ച പ്രാപിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു കുറഞ്ഞവൻ തന്നെയാണെന്ന് അംഗീകരിക്കാനായിട്ടുള്ള മനസ്സ് കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോവുക. നോക്കിയാട്ടെ, ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഏത് രംഗത്താ? വ്യക്തിപരമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിലാവാൻ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും അവൻ കൊണ്ട് കുഴിച്ചിട്ടു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. എഫേസ്യർ എന്ന ലേഖനം ആത്മീയ പോരാട്ടത്തെ കുറിച്ചുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പിശാച് ഏത് രംഗത്താ നമ്മുടെ മനസ്സിലാ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിലാവൻ ദൈവഹിത പ്രകാരമല്ലാത്ത കോട്ടകള് കെട്ടുന്നതും ദൈവത്തിന് ഹിതകരമല്ലാത്ത രീതിയിൽ ചിന്തകളെയും ആലോചനകളെയും ഒക്കെ മെനയുന്നതും ഒക്കെ അത് കാരണമായി തീർന്ന ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത് എന്നൊക്കെ നമുക്കറിയാം. അത് ബാധിക്കുന്നത് എന്തിനെയാ? ബാധിക്കുന്നത് ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെയാ ബാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രക്ഷയിലേക്ക് നടത്തുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ അവരെയാ അത് ബാധിക്കുന്നത്. അപ്പം നമ്മള് എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് കർത്താവിന്റെ മനസ്സായിരിക്കണം എന്നുള്ളതിന്റെ കാര്യം, നല്ലൊരു മനസ്സിൽ നിന്ന് മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പെരുമാറ്റം വരത്തുള്ളൂ. അങ്ങനെ അല്ലാത്ത ഒരു മനസ്സിൽ നിന്ന് ഒരിക്കലും അത് വരികയില്ല.
നമ്മള് ഒരുപക്ഷെ സമാധാനമായിട്ടാ പറയുന്നതെന്ന് ഒച്ച ഉയർത്താതൊക്കെ ആയിരിക്കും പറയുന്നത്. എന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് അത് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഒരു ദൈവികമായ മനസ്സിൽ നല്ല വരുന്നത്. താഴ്മ അഭിനയിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവർ പരസ്യമായിട്ട് കാണിക്കുന്ന താഴ്മയും അവർ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ ഓൾറെഡി കർത്താവ് ഈ പറഞ്ഞ ലെവൽ അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ ആ നമുക്ക് ഇവിടെ നമ്മൾക്ക് എന്നിൽ വിശ്വസിക്കുകയും ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ വലിയൊരു കല്ല് കെട്ടി. അപ്പൊ ഇടർച്ച വരുത്താനായിട്ട് പാടില്ല എന്നുള്ളത് നമുക്ക് കാണാം. ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗത്തല്ല പല ഭാഗത്തും നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ഇപ്പം താഴ്മയുടെ കാര്യത്തിൽ ദൈവം നൽകിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോശയെ പറ്റി ദൈവം പറയുക, അവനോട് ഞാൻ പ്രവാചകന്മാരോട് ഇടപെടുന്നത് പോലെ മറവികളായിട്ടും ഒക്കെ അല്ലെങ്കിൽ കെട്ടുക ഒരു ഒരു ഉപമ വെച്ചിട്ടല്ല ഞങ്ങൾ ഇടുന്നത്. ഞാൻ എന്റെ ദാസനായ മോശയോട് മുഖാമുഖമായിട്ട് അത്രേ സംസാരിക്കുന്നത് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് ഏതാ കോണ്ടെക്സ്റ്റ് എന്ന് നമുക്കറിയാവോ? അവിടെ വായിച്ചു നോക്കണം. മോശയും അഹരോനും മോശയ്ക്കെതിരെ അല്ല അഹരോനും മിരിയാമും മോശയ്ക്കെതിരെ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് അവിടെ പറഞ്ഞേക്കുന്നത് മോശ എന്ന മനുഷ്യനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാളും അതിസൗമ്യനായിരുന്നു. അപ്പൊ നമ്മുടെ ആ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു അനുഭവവും നമുക്കറിയാം. മോശയോട് പറഞ്ഞപ്പോൾ മോശയെ അഹരോനെ കൂട്ടത്തിൽ കൂട്ടിയത് മോശയുടെ നിർബന്ധ പ്രകാരം, അല്ലാതെ ഒരു ഫാമിലി ഇതായിട്ട് ഇതിന് കൊടുത്തേക്കുമല്ല. അപ്പം അവര് മോശയോട് എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി വേറെ ആരാ എതിർത്ത് നിൽക്കാനായിട്ടുള്ളത്? നാട്ടുകാരൊന്നുമല്ല, ഇപ്പൊ സ്വന്തം ഭവനക്കാര് തന്നെ എതിർക്കുക. പ്രിയപ്പെട്ടവര്, ഈ തന്നെത്താൻ താഴ്ത്തുന്നതും ദൈവസന്നിധിയിലുള്ള ദൈവം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുകയും നമുക്ക് പലപ്പോഴും ദൈവത്തിന് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ കഴിയാത്തതിന്റെ ഒരു കാര്യം, പറയേണ്ടതും പറയേണ്ടതിന് അപ്പുറവും നമ്മൾ നമ്മളെ പറ്റി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ ദൈവം എന്താ പറയാൻ? ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് ദൈവം ആ കാര്യത്തിൽ ഡീൽ ചെയ്യും. ദൈവം ആ കാര്യത്തിൽ കാര്യങ്ങളെ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും, ഇന്നും സംസാരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. കാരണം ഈ ചെറിയവന് വേണ്ടി ദൈവം കൊടുത്ത വിലയെന്ന് പറയുന്നത് തന്റെ സ്വന്തം ജീവനാ കൊടുത്തേക്കുന്നത്. പലപ്പോഴും ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ചില വാക്യങ്ങളുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗ്രഹാർപ്പിതം തിന്നുന്നതിനുള്ള ബന്ധത്തിലൊക്കെ 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിലും അതുപോലെ റോമർക്ക് എഴുതുന്ന ലേഖനം 13-14-ാം അധ്യായത്തിലും ഒക്കെ പറയപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് പലപ്പോഴും ഇവിടെ പറഞ്ഞത്. റോമാലേഖനം 14-ാം അധ്യായം 15-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് ആർക്കു വേണ്ടി യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നീ അവന് ഇടർച്ച വരുത്തരുത്. അപ്പം 8-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനത്തിലും വായിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഉന്നതമായ ആത്മീയ അറിവുള്ള ഒരു വ്യക്തി ദൈവവും ഏക ദൈവമല്ലാതെ വേറെ ദൈവമില്ലെന്നും ഗ്രഹിച്ചുകൊണ്ട് അവൻ പോയി അമ്പലത്തിൽ പോയി ഭക്ഷണം വെച്ച ആ ഭക്ഷണം അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ഭക്ഷണം സ്തോത്രം ചെയ്തിട്ട് അവൻ അതിനെ പ്രാർത്ഥനയോടെ ഭക്ഷിക്കുന്നു. എന്നാൽ അങ്ങനത്തെ ഭക്ഷണം ഭക്ഷിക്കാൻ പാടില്ല എന്ന് ഗ്രഹിക്കുന്ന ഒരു ബലഹീന വിശ്വാസി. അപ്പം സത്യം പറഞ്ഞാൽ ഇതില് നമ്മൾ ആരുടെ കൂടെ നിൽക്കും? നമ്മൾ ആദ്യം പറഞ്ഞ ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശുദ്ധമായി തീർന്നു എന്ന് വിചാരിക്കുന്നവരുടെ കൂടെ നിൽക്കാനാണ് നമുക്ക് താല്പര്യം. ക്രിസ്തീയ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതിന്റെ ദൈവവചനത്തിന്റെയും ഒക്കെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ശരി. എന്നാൽ പൗലോസ് പറയുന്നത് ആ ശരിയെക്കുറിച്ചല്ല പറയുന്നത്. നിനക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം വെച്ചിട്ട് അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു സഹോദരന്റെ ആത്മീയ ജീവിതത്തിന് നീ ഇടർച്ച വെക്കരുത്. നീ ചെയ്യുന്നത് കണ്ടിട്ട് അവനും അതങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവന്റെ വിശ്വാസത്തിൽ നിന്ന് ഈ കാര്യം ഉത്ഭവിക്കാത്തത് കൊണ്ട്, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം ഗ്രഹിക്കാതെ നിന്നെ അനുകരിച്ചത് ചെയ്യുന്നത് കൊണ്ട് അവനത് ഇടർച്ചയായി തീരാനും അവന്റെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് അവൻ ചെയ്യുന്ന ഒരു തെറ്റാണെന്നും അവന്റെ മനസാക്ഷി മലിനപ്പെടാനും അങ്ങനെ ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോകാനുമുള്ള സാധ്യത ഉണ്ട്. ഇല്ലാത്ത ഒരു കുറ്റബോധം അവന്റെ ചില ചിന്തകളാൽ അവന്റെ അറിവിന്റെ പരിമിതി കൊണ്ട് അവന്റെ മേൽ തന്നെ വെച്ച് കെട്ടപ്പെടുന്ന ഒരു അനുഭവത്തിൽ അവൻ ആയിത്തീരുകയാണ്. അപ്പൊ ഇവിടെ പോലും നോക്കിക്ക് പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിഗ്രഹാർപ്പിതം തിന്നുന്നവരെന്ന് പറയുന്നവന്മാരെ ഒന്നും ശ്രദ്ധിക്കണ്ട. അവന്മാര് പോയി പണി നോക്കട്ടെ. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അവൻ വേണമെങ്കിൽ ആ സ്വാതന്ത്ര്യമൊക്കെ ഗ്രഹിച്ച് നമുക്ക് ലഭിച്ച പോലുള്ള വെളിപ്പാടൊക്കെ ലഭിച്ച് അവൻ അങ്ങനെ വരട്ടെ.
അല്ലെങ്കിൽ അവനവന്റെ പണി നോക്കട്ടെ, ഇങ്ങനെയുള്ള ബലഹീനരെ കൊണ്ട് ദൈവത്തിന് ഒരു കാര്യവുമില്ല, സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകത്തില്ല, അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്തോരം കമന്റ് ഇവരെ കുറിച്ച് പറയാം, എന്തുമാത്രം കാര്യങ്ങൾ ഈ വ്യക്തിയെ കുറിച്ച് പറയാം. എന്നാ പൗലോസ് നിൽക്കുന്നത് ആ അറിവ് ലഭിച്ച വലിയ ആൾക്കാരുടെ കൂട്ടത്തിലല്ല, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയവർദ്ധന വരുത്തുന്നു എന്നാ പറഞ്ഞത്. ഇത് ഈ ക്രിസ്തുവിൽ വലിയ ആഴമായ മർമ്മങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നവരും വലിയ വിശാലതയിൽ ചെയ്യുന്നവരും അറിയാവുന്നവരും ഒരുപക്ഷെ വചനത്തിൽ പറഞ്ഞ ചില ഭയനിർദ്ദേശങ്ങൾ പോലും അത് അത്ര മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല, ഒന്നോ രണ്ടോ വട്ടം അങ്ങ് വീണുപോയാലൊന്നും ഒരു കുഴപ്പവും ഇല്ല, അത് പിന്നെല്ലാം ശരിയായിക്കോളും എന്നൊക്കെ വിചാരിക്കുന്ന എത്രയോ വിദ്വാന്മാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വലിയ ഉന്നതമായ അറിവൊന്നും എന്ത് ചെയ്യണ്ട, വേറൊരു വ്യക്തിക്ക് ഇടർച്ചയായിട്ട് തീരരുത്. നിന്റെ ഭക്ഷണം കൊണ്ട് നീ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണത്തെ നീ അഴിക്കരുത്. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു വാക്യം, 2 പ്രാവശ്യം അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ എന്ന് പറഞ്ഞേക്കുന്ന ആ വാക്യം. ഒരു ഭാഗം ഈ 14-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യമാണ്. വളരെ ഇഷ്ടം. അപ്പം ഒരു സഹോദരന്റെ വില എന്താ, അതെപ്പോഴും ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ ഈ നിന്ദിക്കുകയും നിഷേധിക്കുകയും അല്ലെങ്കിൽ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്രിസ്തുവിലുള്ള സഹോദരന്റെ വില എന്താ? ലോകപ്രകാരം അവനൊരു വിലയില്ല, ബുദ്ധിപരമായിട്ട് അവനൊരു വിലയില്ല. എന്നാൽ അവന്റെ വിലയെന്ന് പറയുന്നത് അവന് വേണ്ടി ക്രിസ്തു മരിക്കാൻ തക്കവണ്ണം അവൻ യോഗ്യനായിരുന്നു എന്നുള്ളത് അവന്റെ വില. ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ? അപ്പം ക്രിസ്തു മരിക്കാൻ തക്കവണ്ണം യോഗ്യനായി തീർന്ന ഈ സഹോദരനെ ക്രിസ്തു മരിക്കാൻ തക്കവണ്ണം ഭക്ഷണം കൊണ്ട് അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്, നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുതെന്ന് എഴുതിയേക്കുന്ന അവിടെയാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. എന്റെ വലിയ വർദ്ധിച്ച ഈ പരിജ്ഞാനം കൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അറിവ് കൊണ്ട് അത് ഭക്ഷിച്ച് വേറൊരുത്തന് ഇടർച്ച വരുത്താമെന്നല്ല പറഞ്ഞേക്കുന്നത്. എന്റെ ഈ വർദ്ധിച്ച അറിവ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്റെ സ്വാതന്ത്ര്യം അത് വേണ്ടാന്ന് വെക്കാനും, എനിക്കത് തിന്നാനുള്ള പ്രിവിലേജ് വിട്ടിട്ട് എന്റെ സഹോദരനെ സ്നേഹിച്ചിട്ട് തിന്നാതിരിക്കാനും എനിക്ക് കഴിയും എന്നാ അവിടെ പറയുന്നത്. നമുക്കൊക്കെ ഇത് അറിയാവുന്ന ഒരു മർമ്മമാണെങ്കിലും പലപ്പോഴും പലരോടും പല നിലകളിലും നമ്മൾ ഇടപെടുമ്പം ഈ ഒരു പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തെ ഭരിച്ചിരുന്നെങ്കിൽ എത്ര വലിയ കാര്യമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പല ഭാഗങ്ങൾ, ദൈവവചന ഭാഗങ്ങൾ ഉണ്ടല്ലോ. ഒരുവന് ആർക്കെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി. തിരികല്ലെന്ന് പറയുന്നത് നമുക്കറിയാം, പല തിരികല്ലുണ്ട്. നമ്മുടെ വീട്ടിലും ഇവിടെ ഒരു തിരികല്ല് പണ്ടാരോ ഇട്ടേച്ച് പോയത്, അതിവിടെ കിടപ്പുണ്ട് ഒരു സാമ്പിളായിട്ട്. എന്നാൽ വലിയ ഈ ചക്കൊക്കെ പണ്ട് കുതിരകളെയും കാളയും ഒക്കെ വെച്ച് തിരിക്കുന്നത് പോലെ ഈ മൃഗങ്ങളെ വെച്ച് പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള തിരികല്ലുണ്ട്. വലിയ തിരികല്ല്, കഴുതയും അതുപോലുള്ള മൃഗങ്ങളെയൊക്കെ അതിന്റെ ചുമലിലോട്ട് നുകം വെച്ച് കെട്ടി അതിങ്ങനെ വട്ടത്തിൽ നടക്കുമ്പോൾ ധാന്യം പൊടിഞ്ഞു വരുന്ന വലിയ തിരികല്ല്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്ന തിരികല്ല് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാം. അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി. അന്നത്തെ റോമാ സാമ്രാജ്യത്തിലെ ആൾക്കാരെ കൊല്ലുന്ന ഒരു രീതിയും കൂടെ ആയിരുന്നു ഇത്. അവനെ മൃഗീയമായിട്ട് കൊല്ലാനായിട്ട് ആഗ്രഹിക്കുമ്പം അവന്റെ കഴുത്തില് ഇതുപോലൊരു കല്ല് കെട്ടി അതുപോലെ അവനെ വെള്ളത്തിലേക്ക് താഴ്ത്തുന്ന ഒരു ശിക്ഷാ ഇതുപോലും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. കാരണം കർത്താവ് ഈ ചെറിയ ഒരുത്തൻ പോലും നശിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എന്നാൽ ഇടർച്ച വരുത്തുന്നതിന് അയ്യോ കഷ്ടം. എന്താ ഇടർച്ച വരുത്തുന്നത് ആവശ്യം തന്നെ? നിശ്ചയമായിട്ടും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർന്നിരിക്കുന്നതും ചെറിയ ചെറിയ ഇടർച്ചകളിലൂടെയാണ്. കാരണം വീഴ്ചകള്, താഴ്ചകള് ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിലുള്ള പല സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള വചനത്തിന്റെ കൃപയുടെ ആഴത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അത് വരുത്തുന്നവന് ഇന്ന് ഇടർച്ച വരുത്താൻ വേണ്ടി തന്നെ നടക്കുന്ന കുറെ പേരുണ്ട്. അവർക്ക് അവരുടെ സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള അവർ ആർജിച്ച കുറെ നോളജ് പ്രസംഗിക്കണം എന്നല്ലാതെ അവർക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ല. അത് ഇത്തരം കാര്യങ്ങൾ ആത്മീയമായ വലിയ ശ്രേഷ്ഠമായ ജ്ഞാനം വെച്ചല്ല, ജഡീയമായിട്ടുള്ള പല എൻറ്റൈസിങ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും വെച്ച് സഹോദരങ്ങളെ വീഴ്ത്തി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് തെറ്റായ നിലയിൽ ഒരു ഇതുണ്ടാക്കി. ഞാൻ തന്നെ ഓർക്കുക, നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ആവശ്യമില്ലാത്ത കമന്റും ആവശ്യമില്ലാത്ത ബാക്ക് ചാനൽ മെസ്സേജും ഒക്കെ ഇടുമ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ ഒഫൻഡഡ് ആയിട്ട് പോകും. അപ്പം അങ്ങനെ പോലും പരിശ്രമിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരന്മാര്, പാസ്റ്റർമാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. വ്യാജ ID വന്നിരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അവരിലൂടെ പ്രവർത്തിക്കുന്നത് ആരാ? ദൈവമാണോ പ്രവർത്തിക്കുന്നത്?
എന്റെ സഹോദരനെ പ്രകോപിപ്പിച്ച് അവന്റെ വായിൽ നിന്ന് ഒരു ആവശ്യമില്ലാത്ത വാക്ക്, ഒരു ആവശ്യമില്ലാത്ത പ്രതികരണം ഉണ്ടായിട്ട് അതിനെ എടുത്തുകൊണ്ട് പോയി സമൂഹ മധ്യത്തിൽ ഇട്ട് കൊട്ടിഘോഷിച്ച് അവൻ ആള് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ കുൽസിത ശ്രമം എവിടുന്നാണ്? അതൊക്കെയാണോ ദൈവഭക്തന്മാരുടെ അടുത്തുനിന്ന് ഉണ്ടാവേണ്ടത്? അവരെയൊക്കെ ദൈവഭക്തന്മാരെന്നോ ദൈവ പൈതലെന്നോ വിളിക്കാൻ പാടുണ്ടോ? പൈശാചിക ആത്മാവല്ലേ ഈ പ്രവർത്തിക്കുന്നത്? വാശിക്കും വൈരാഗ്യത്തിനും വേണ്ടി ചെയ്യുന്നതല്ലേ ഇത്? അങ്ങനെ പ്രകോപിപ്പിച്ചാൽ നമുക്കറിയാം ഈ കതിരിമരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൂടുതൽ 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 നമ്മളെ ചിരണ്ടിക്കൊണ്ടിരുന്നാൽ നമ്മളുടെ റഫ്നെസ് വെളിപ്പെടുക അല്ലാതെ ലോകത്തിലുള്ള ഏത് മനുഷ്യനിൽ നിന്ന് കൂടുതൽ കൂടുതൽ പരിശോധിക്കപ്പെടുന്തോറും എന്തോ നന്മ പുറപ്പെടും. എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് പറയാനല്ലേ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കും എന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. സഹോദരങ്ങൾ എന്നറിയപ്പെടുന്നവര് തന്നെ സഹോദരങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമായിട്ട് തീരുക. അവരുടെയൊക്കെ കഴുത്തിൽ കർത്താവ് തിരികല്ല് കെട്ടി കഴിഞ്ഞു. നമ്മൾ ഭാരപ്പെടേണ്ട, അത് കെട്ടിക്കഴിഞ്ഞു. കാരണം നീ ദൈവജനത്തിനും ദൈവസഭയ്ക്കും ഇടർച്ച ഉണ്ടാക്കി ഈ ലോകത്ത് കുറെ നാൾ ജീവിക്കുന്നതിനേക്കാളും നീ നിന്റെ ഈ പരിപാടികളൊന്ന് നിർത്തിവെക്കുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ വാക്ക് നിന്റെ പ്രവൃത്തിയും ദൈവസഭയുടെ വളർച്ചയ്ക്കും സഹോദരങ്ങളുടെ ആത്മീയ വർധനയ്ക്കും ഇടയാക്കി തീർക്കുന്നില്ലെങ്കിൽ, അത് ക്രിസ്തുവിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ, ഇത് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം, ദൈവത്തിന്റെ കൃഷി എന്ന് പറഞ്ഞ വ്യക്തി തന്നെ, ആ കർത്താവ് തന്നെ ഈ കാര്യത്തിൽ ഇടപെടും, ഈ യജമാനൻ തന്നെ അതിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് നമുക്കുള്ള സമാധാനം. നോക്കിയാട്ടെ, അതിനെ വെട്ടി എറിഞ്ഞു. നേരത്തെ നമ്മൾ ചിന്തിച്ചു, ഈ വെട്ടി എറിഞ്ഞു കളക എന്നെന്താ പറയുന്നത്? അത് മരിച്ചതായിട്ട്, അത് അങ്ങനെ ഒരു അവയവം എനിക്ക് ഇല്ലാത്തതായിട്ട് എണ്ണുക, അത് മരിച്ചതായിട്ട്, ക്രിസ്തുവിനോടുകൂടെ മരിച്ചതായിട്ട് എണ്ണുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് എടുക്കേണ്ടത് എന്നുള്ളതും, ചില വ്യക്തികൾ ഇത് ലിറ്ററലായിട്ട് നടപ്പാക്കിയിട്ടുള്ള ചില വ്യക്തികൾ പോലും ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 2 കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് ഏറെ നന്നു. നിന്റെ കണ്ണ് ഇടർച്ച വരുത്തി കണ്ണ് ചൂഴ്ന്നു കളക. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ 2 കണ്ണുള്ളവനായി അഗ്നിത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. വലത് കൈ, വലത് കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യരെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള അവന്റെ അവയവം എന്നുള്ള നിലയിലാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്രിസ്തുവിനോടുകൂടെ മരിച്ചതായിട്ട് നമ്മൾ എണ്ണുകയും എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അവന്റെ ദൂതന്മാർ സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവിടെ പറഞ്ഞേക്ക്. നമുക്കറിയാമല്ലോ, രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ, എബ്രായ ലേഖനത്തിൽ ദൂതന്മാരുടെ പൊസിഷൻ എന്നാ, പുത്രന്റെ പൊസിഷൻ എന്നാ, പുത്രനാരാ, ദൂതന്മാരാരാ എന്നൊക്കെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് പറഞ്ഞ ഭാഗത്ത് അവിടെ പറയുന്നുണ്ട്. അപ്പം ഓരോ ദൈവവൈതലിനെയും ശുശ്രൂഷിക്കാനായിട്ട് ദൈവം തന്റെ ദൂതന്മാരെ അസൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൂതന്മാരുമായിട്ട് നമുക്ക് നേരിട്ടൊന്നും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവ് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ ദൂതന്മാർ എപ്പോഴും പിതാവിന്റെ മുഖം കാണുന്നു എന്ന് അവിടെ എഴുതിയേക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ചെറിയവര് ഒരുത്തരെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. എത്ര വലിയൊരു ഭയനിർദ്ദേശമാണ് പ്രിയപ്പെട്ടവർ, എത്ര വലിയൊരു കാര്യം ആ കർത്താവ് അവിടെ പറയുന്നു. നമ്മുടെ ക്രിസ്തീയ സ്നേഹത്തിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ജനിച്ച, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരു അംഗഹീനനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സഹോദരൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം അവന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും, എത്രമാത്രം കരുതും. പ്രിയപ്പെട്ടവരെ, കഴിവുള്ളവരെ മാത്രമല്ല, കഴിവില്ലാത്തവരും നമ്മൾ കാണുന്ന പോലെ മാനുഷികമായ ശ്രേഷ്ഠതകൾ ഇല്ലാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ അവനെയും ഒരു കൈത്താങ്ങൽ കൊടുക്കുകയും കരുതുകയും അവനെ അറ്റ്ലീസ്റ്റ് ഈ ചെറിയ വലിയ ഒരുത്തിന് തുച്ഛീകരിക്കാതിരിക്കാനെങ്കിലും നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്റലക്ച്വൽ പവർ കൂടുകയും ആത്മീയത കുറയുകയും ചെയ്യുമ്പോൾ, ലോകപ്രകാരമുള്ള അറിവ് കൂടുകയും ആത്മീയമായ കാഴ്ചപ്പാടും അത് കുറയുകയും ചെയ്യുമ്പോൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ ദിവസങ്ങളിൽ ശ്രദ്ധയുള്ളവരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.